Hello dear students, നമ്മുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികയിലേക്കുള്ള പരീക്ഷാ ഡേറ്റ് വന്ന വിവരം നിങ്ങൾ ഏവരും അറിഞ്ഞിട്ടുണ്ടാവും. സെപ്റ്റംബർ 5 നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ്. അതോടൊപ്പം തന്നെ PSC അതിൻ്റെ സിലബസ് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സിലബസ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ അതേ സിലബസിന് എന്ത് ചെയ്യാണ്, ചെറിയ മാറ്റങ്ങളോടുകൂടി PSC അതേ സിലബസ് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിലബസിനനുസരിച്ച് പഠിച്ചു വന്ന മോസ്റ്റ് ആൾക്കാരും ഇതിലെ മോസ്റ്റ് സിലബസും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി പഠിച്ചു കഴിയാത്തവരും ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്കിത് പഠിച്ചു കഴിയുന്ന ഒരു സിലബസ് തന്നെയാണ് PSC പുറത്തിറക്കിയിരിക്കുന്നത്. ആകെ നമ്മുടെ സിലബസിലുള്ളത് എന്താണ്, കോർപ്പറേഷനും ബാങ്കിങ്ങും മാത്രമാണ്. അപ്പോൾ ഈ കോർപ്പറേഷനും ബാങ്കിങ്ങിന് കാര്യം പറയുകയാണെങ്കിൽ ബാങ്കിങ് കുറച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ തവണ പരീക്ഷയ്ക്കും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഉണ്ടായിരുന്നുവെങ്കിലും അത്രയ്ക്കാണ് ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്തില്ല, നമ്മുടെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് വന്നില്ല. പക്ഷേ അതുകൊണ്ട് നമ്മൾ ഇത്തവണ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാതെ പോകരുത്. ഈ തന്നിട്ടുള്ള സിലബസ് എന്ത് ചെയ്യണം, അതിനനുസരിച്ച് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് പോകണം. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്തവണ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരിശീലിക്കണം, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് കൂടി പരിശീലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, എന്നാൽ നമ്മുടെ സിലബസിനെ കുറിച്ചൊന്ന് ഓടിച്ച് നോക്കാൻ പോകണം. നമ്മളിവിടെ നോക്കൂ. ഒന്നാമത് കോർപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റമാണ്. ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം. അതായത് കോർപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റത്തിൽ പ്രധാനമായിട്ട് വരുന്നതാണിത്. കോർപ്പറേഷൻ ആൻഡ് ക്യാപിറ്റലിസം, കോർപ്പറേഷൻ ആൻഡ് സോഷ്യലിസം, കോർപ്പറേഷൻ ആൻഡ് കമ്മ്യൂണിസം, പിന്നെ കോർപ്പറേഷൻ ആൻഡ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്, ജോയിന്റ് സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഒരു ചെറിയ സിലബസാണ്. പക്ഷേ ചെറിയ സിലബസ് ആണെങ്കിൽ കൂടി എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് PSC പറയുന്നത് സിലബസ് പ്രകാരം. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് പോകേണ്ട ഒരു ഭാഗമാണ് കോർപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം. അതിൻ്റെ കൂടെ തന്നെ കോപ്പറേറ്റീവ് കോമൺവെൽത്ത്, പിന്നെ കോപ്പറേറ്റീവ് ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ആസ് ആൻ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സിലബസ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് പോകണം. കാരണം പരീക്ഷയ്ക്ക് എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാം, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് കൂടിയാണ് കേട്ടോ. പിന്നെ ഇവല്യൂഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഇവിടെ ഒരു ചെറിയ വ്യത്യാസം കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ബുക്ക് എടുത്ത് പഠിക്കുമ്പോൾ അവിടെ ഈ റിഫോർമുലേറ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്നുള്ളത് നമ്മുടെ കാർവേ കമ്മിറ്റിയുടെ പ്രിൻസിപ്പിളിനെയാണ് എന്ത് പറയുക, റിഫോർമുലേറ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയാം. പക്ഷേ ഈ പറഞ്ഞ PSC തന്നുള്ള സിലബസിൽ റിഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ ഓഫ് ICA എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേജ് ആണ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ 1937 ICA അഡോപ്റ്റ് ചെയ്ത സ്റ്റേജിനെയാണ് ഇവർ സെക്കൻഡ് സ്റ്റേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിലെയും അതായത് K. മനോഹരൻ നായരുടെ ബുക്ക് പ്രകാരമാണ് എന്ത് ഈ സിലബസ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് തിരുവനന്തപുരത്ത് ബേസ് ആയിട്ടുള്ള ഒരു K. മനോഹരൻ നായരുടെ ബുക്കുണ്ട്. അപ്പോൾ ആ ബുക്കിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേറ്റീവ് റോക്ക്ഡെയിൽ പൈനേഴ്സിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്, റിഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾ സെക്കൻഡ് സ്റ്റേജ് എന്നാണ്. പക്ഷേ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ റിഫോർമുലേറ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കാർവേ കമ്മിറ്റിയുടെ പ്രിൻസിപ്പിളാണ്. അപ്പോൾ അവിടെ ചെറിയ വ്യത്യാസം കൂടിയുണ്ട്. അപ്പോൾ ഈ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, രണ്ടും പഠിച്ചിട്ട് പോവുക. ഏതാണോ പരീക്ഷയ്ക്ക് വരുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഉത്തരവ് എഴുതുക. ഓക്കെ, അപ്പോൾ അവിടെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ പറഞ്ഞ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ICA കുറിച്ചിട്ടും കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യണം, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ട് പോകണം കേട്ടോ. 5 മാർക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ ഏത് ഷെഡ്യൂളിലാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിനെ കുറിച്ച് പറയുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രാധാന്യം വളരെ മനസ്സിലാവുന്നതാണ്. അതായത് എവല്യൂഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്നുള്ള ഭാഗം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇത് രണ്ടും കൂടി 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമെന്നാണ് PSC പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രാവശ്യം പഠിച്ചിട്ട് പോകുമ്പോൾ നിങ്ങളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ത് വേണം, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വളരെ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പോകാൻ. അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ എന്ത് ചെയ്യാൻ പറ്റൂ, കൃത്യമായിട്ട് അവിടെ ഫോളോ ചെയ്ത് വരാൻ പറ്റും. ടൈമിനുള്ളിൽ പരീക്ഷ എഴുതി തീർക്കാൻ പറ്റൂ. അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് പോകണം കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ പഠിച്ച പോയിന്റിനെ സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് ചെയ്ത് നോക്കാൻ അറിയണം. സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ 4 ചോയ്സിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കായി വരുന്നത് ഇവല്യൂഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ആണ്. അടുത്ത ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് കേരള. 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും അത് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലേ. ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ, നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും പിന്നെ നമ്മുടെ താഴെത്തട്ടിലുള്ള നമ്മുടെ പ്രൈമറി സംഘങ്ങൾ, അറ്റ് പ്രസന്റ് 2 ടയർ ആണല്ലോ പറഞ്ഞ ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ. പിന്നെ എസ്കാർഡ് ബാങ്ക്, KS ബാങ്ക്, അതായത് എസ്കാർഡ് ബാങ്കും PCRD ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ. ജനറൽ പർപ്പസ് ഓഫ് മാർക്കറ്റിംഗ് സൊസൈറ്റി, ഡയറി പ്രോസസ്സിംഗ്, ഹൗസിംഗ്, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, പിന്നെ വർക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി കേട്ടോ. അങ്ങനെ കുറച്ച് ഭാഗമുണ്ട്. അതായത് പവർലൂം, കൊയർ, ഹാൻഡിക്രാഫ്റ്റ് ഒക്കെ നമ്മുടെ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ ഹാൻഡ്ലൂം കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് 7 മാർക്കിൻ്റെ സിലബസാണ് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഭാഗം തന്നെയാണ്. പോയിന്റ് ആയിട്ട്, അതായത് ഓരോ ടോപ്പിക് വൈസ് എടുത്തിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കി പോകണം. ഓക്കെ, നെക്സ്റ്റ് മാനേജ്മെന്റ് ആൻഡ് വർക്കിംഗ് ഓഫ് മേജർ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നാഫെഡ്, ഇഫ്കോ, ക്രിപ്കോ, നബാർഡ്, NDDB, NCDC, നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആൻഡ് അതർ നാഷണൽ ഓർഗനൈസേഷൻ പ്രൊവൈഡിംഗ് അസിസ്റ്റൻസ് ടു കോപ്പറേറ്റീവ്സ് ആണ്. ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ NCUA പറഞ്ഞിട്ടില്ല.
എന്തൊക്കെയുള്ളൂ? നാഫെഡ്, ഇഫ്കോ, ക്രിപ്കോ, നബാർഡ്, NDDB, NCDC. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് നോക്കിയിട്ട് പോവുക. കൂടാതെ നിങ്ങൾ NCUA ഒഴിവാക്കി പോകരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. NCUA കൂടി എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ കവർ ചെയ്ത് പോകണം കേട്ടോ. കുറച്ച് നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വേറെ ഏതെങ്കിലും കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം? കവർ ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ ഇത് മാത്രം പറഞ്ഞിട്ട് ഇതേ ടോപ്പിക്കിലേക്ക് ഊന്നി മാത്രം പോകരുത്. കുറച്ചും കൂടി എക്സ്ട്രാ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം? ചിലപ്പോൾ വരാനുള്ള സാധ്യത അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. അതായത് മാർക്കറ്റിംഗ് സൊസൈറ്റി പഠിക്കും, അതിൻ്റെ കൂട്ടത്തിൽ നാഫെഡ് പഠിക്കും, പിന്നെ ഇഫ്കോ, ക്രിപ്കോ എന്നുള്ളത് നമ്മൾ കോമൺ ആയിട്ട് ഒരു ടോപ്പിക്കായിട്ട് തന്നെ എടുത്ത് പഠിക്കുന്നതാണ്. പിന്നെ നബാർഡ്, NDDB, NCDC ഇതൊക്കെ നമ്മൾ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ പഠിക്കുന്നതാണ്. ഇതിനെ നമ്മൾ വൃത്തിയായിട്ട് നോക്കിയിട്ട് വേണം കേട്ടോ. ഇതിലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നെക്സ്റ്റ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. ഇവിടെയാണ് നമ്മുടെ ആക്ട് ആൻഡ് റൂളിൽ പ്രസക്തി വരുന്നത്. ആക്ട് ആൻഡ് റൂൾ എന്നുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് എവിടെയും തന്നിട്ടില്ല. കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്നുള്ള ഭാഗമാണ് തന്നിരിക്കുന്നത്. കോപ്പറേറ്റീവ് ഓഡിറ്റ് എവിടെ തന്നെ വരും? ആക്ട് ആൻഡ് റൂൾ എന്നാണ് കൂടുതൽ വരിക. കാരണം കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്നുള്ള സിലബസ് നമ്മുടെ HDCക്കും നമ്മുടെ BComനൊക്കെ പഠിക്കുമ്പോൾ അവിടെ എന്തുണ്ട്? കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്നുള്ളൊരു സിലബസ് തന്നെ ഉണ്ട്, ഒരു ബുക്ക് തന്നെ ഉണ്ട്. അപ്പോൾ ആ ബുക്കിൽ നിന്ന് എന്ത് ചെയ്യുക? കുറച്ചും കൂടി കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അത് കൃത്യമായിട്ട് റെഫർ ചെയ്തെടുത്ത് കൃത്യമായിട്ട് പഠിച്ചു പോകണം കേട്ടോ. അപ്പോൾ കോപ്പറേറ്റീവ് ഓഡിറ്റ്, ഡെഫിനേഷൻ, ഒബ്ജക്റ്റീവ്, സ്കോപ്പ്, അഡ്വാൻറ്റേജ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, സ്പെഷ്യൽ ഫീച്ചർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്, കോപ്പറേറ്റീവ് ഓഡിറ്റ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ആണെന്നുള്ള കാര്യങ്ങൾ, പിന്നെ ടൈപ്പ് ഓഫ് ഓഡിറ്റ്, മെക്കാനിക്കൽ ഓഡിറ്റ്, പ്രിപ്പറേഷൻ ഫോർ ഓഡിറ്റ് ആൻഡ് ഫ്രെയിമിംഗ് ഓഡിറ്റ് പ്രോഗ്രാംസ്, അതായത് നമ്മുടെ കോപ്പറേറ്റീവ് ഓഡിറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒന്നുണ്ട് ഈ പറഞ്ഞ സിലബസിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ട് വേണം. 6 മാർക്കാണ് അതിന് പറയുന്നത്. ഓക്കെ, ഇനി ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ്. ഇത് പൊതുവെ നമ്മുടെ BComന്റെ ബുക്കുകളിലൊന്നും ഇല്ലാത്തൊരു സബ്ജക്റ്റ് ആണ് കേട്ടോ. അതായത് ഇഷ്യൂസ് മാനേജ്മെന്റ്, ദ സോഷ്യൽ പ്രോസസ് ഇൻ കോപ്പറേറ്റീവ് കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ് ആൻഡ് കോപ്പറേഷൻ, അസോസിയേറ്റീവ് ക്യാരക്ടർ ഓഫ് കോപ്പറേറ്റീവ്സ് ആൻഡ് മാനേജിംഗ് ഓഫ് കോപ്പറേറ്റീവ് അസോസിയേഷൻ, ഇഷ്യൂ ഇൻ ഓർഗനൈസിംഗ് എ കോപ്പറേറ്റീവ്, സൈസ് ദ ഓർഗനൈസേഷൻ, സ്മോൾ ഏരിയ വെസ് ലാർജ് ഏരിയ, സിംഗിൾ പർപ്പസ്. ഇത് 2013 സിലബസിലാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതേ സിലബസ് ഉണ്ടായിരുന്നു. അതൊക്കെ മൾട്ടിപർപ്പസ്, അതായത് സിംഗിൾ പർപ്പസ് വെസ് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, മൾട്ടിപർപ്പസ് വെസ് മൾട്ടി ഫംഗ്ഷണൽ കോപ്പറേറ്റീവ്, യൂണിറ്ററി വെസ് ഫെഡറൽ, ഡിസൈനർ വെസ് ഗ്രീൻ ഹൗസ്, കോപ്പറേറ്റീവ്സ് ഇഷ്യൂ ഇൻ ഫിനാൻസിംഗ് കോപ്പറേറ്റീവ്സ്. ഇതേ സിലബസ് ഇവിടെ 2013 ഇൻസ്പെക്ടറുടെ സിലബസ് നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഓൾറെഡി നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. പക്ഷേ സാധാരണ നമ്മൾ റെഗുലറായിട്ട് പഠിക്കാറില്ല. ഈ ഭാഗം ഒന്ന് എടുത്ത് പഠിക്കണം കേട്ടോ. നമ്മളെ ദേവിയ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു ആശങ്കയില്ല. കാരണം ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം 2013 പരീക്ഷയ്ക്ക് ഇങ്ങനൊരു കാര്യം വന്നിട്ടുള്ളതുകൊണ്ട് അത് നിങ്ങൾ നന്നായി നോക്കിയിട്ട് പോകണം. ഈ ഗ്രീൻ ഹൗസ് ഒന്നും വലിയ കാര്യമില്ല. നമ്മൾ കേൾക്കുമ്പോൾ എന്തോ വമ്പൻ സംഭവമാണെന്ന് തോന്നും. പക്ഷേ വളരെ ഈസി ആയിട്ടുള്ള ടേംസാണ് കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള ടേംസും ക്വസ്റ്റ്യൻസും ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു പബ്ലിക് വീഡിയോ നമ്മൾ ഇതിനെക്കുറിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. 6 മാർക്കാണ് ഇതിന്. ക്വസ്റ്റ്യൻ എത്രയാണ്? 6 മാർക്കാണ്. ഇതപ്പോൾ ഒരു റാങ്ക് മേക്കിംഗ് ഫാക്ടർ ആവുന്ന ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണത് ഇഷ്യൂസ് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ്. പിന്നെ സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട് നമ്മുടെ ആക്ട് ആൻഡ് റൂളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ആർബിട്രേഷൻ, അവാർഡ്, പ്രൊവിഷൻ, പ്രൊസീജിയർ, എക്സിക്യൂഷൻ ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് അവാർഡ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ട്രിബ്യൂണൽ കേട്ടോ, കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ, അതായത് സെക്ഷൻ ഏകദേശം ഒരു 69 മുതൽ 87 വരെയുള്ള സെക്ഷൻസ് നോക്കിയാൽ നമുക്ക് ഈ പറഞ്ഞ 5 മാർക്ക്, 1 മാർക്ക് പോലും നഷ്ടപ്പെടാതെ നമുക്ക് പിടിക്കാൻ കഴിയും. സെക്ഷൻ ഒരു 69 മുതൽ 87 വരെയുള്ള ഭാഗം നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, നമ്മുടെ ട്രിബ്യൂണലും നമ്മുടെ ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട സെക്ഷൻ 2I പറയുന്ന ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 5 മാർക്ക് ഇത് സിമ്പിളായിട്ട് കവർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ സോഴ്സ് ഓഫ് ഫണ്ട്, ഇത് നമ്മൾ ഓൾറെഡി കോർപ്പറേഷൻ ആക്ട് ആൻഡ് റൂളുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പോൾ ഈ 3 ചാപ്റ്ററിലാണ് എന്ത് പറയുന്നത്? കോപ്പറേറ്റീവ് ആക്ട് ആൻഡ് റൂൾ വരുന്നത്. സോഴ്സ് ഓഫ് ഫണ്ട്, സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്, ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ്. ഇഷ്യൂസ് ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റിലും ഇല്ല, സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ടിലും സോഴ്സ് ഓഫ് ഫണ്ടിലുമാണ് എന്ത് വരുന്നത്? പ്രധാനമായിട്ടും KCS ആക്ട് ആൻഡ് റൂൾ എന്നുള്ള പാർട്ട് വരുന്നത് കേട്ടോ. നോക്കൂ, സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പണിഷ്മെന്റ്, സബ്സിഡറി സ്റ്റേറ്റ് പണിഷ്മെന്റ്, ഗ്രാൻഡ്, സബ്സിഡീസ്, ഓൺ ഫണ്ട്, ബോറോഡ് ഫണ്ട്, നമ്മുടെ ഏകദേശം സെക്ഷൻ 40 മുതലുള്ള കാര്യങ്ങൾ കേട്ടോ. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഫണ്ടൊക്കെ ഉണ്ടല്ലോ, ആ ഭാഗമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇവിടെയും ആക്ട് ആൻഡ് റൂൾ എന്നാണ് കേട്ടോ. അപ്പോൾ ഈ 2 ചാപ്റ്ററാണ് ആക്ട് ആൻഡ് റൂൾ വരുന്നത്. ഇത് നമുക്ക് കോമൺ ആയിട്ട് ഒരു ജനറൽ കോർപ്പറേഷൻ്റെ ഭാഗത്ത് തന്നെ യൂണിറ്ററി, ഫെഡറൽ, ഡിസൈനർ, വെസ്റ്റ് ഗ്രീൻ ഹൗസ്, ബ്ലൂ പ്രിന്റ് സൊസൈറ്റിയൊക്കെ കുറിച്ച് പറയുന്നത് എന്താണ്? അതൊരു കോമൺ ആയിട്ട് ജനറൽ കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു സെക്ഷനാണ്. ഇനി കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് കേരള, 904 ആക്ട്, 912 ആക്ട്, പിന്നെ ട്രാൻസ്ഫർ ഓഫ് ആസ് എ പ്രൊവിൻഷ്യൽ സബ്ജക്ട്, അതായത് 1919 പ്രൊവിൻഷ്യൽ സബ്ജക്ട് ആയത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ റെസൊല്യൂഷൻ 56 മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബില്ല്, അങ്ങനെ കുറച്ച് എന്താ പറയുക മ്യൂച്വലി എയ്ഡഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, അതായത് പിന്നെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984 ആൻഡ് റീപ്ലേസ്മെന്റ് ഇൻ 2002 കേട്ടോ. അതൊരു നന്നായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു ഭാഗമാണ്. കഴിഞ്ഞ 2013 പരീക്ഷയ്ക്ക് വന്നു, 2018 വന്നു. ഓക്കെ, രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന ഒരു ഭാഗമാണ് എന്ത്? ഈ പറഞ്ഞ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അത് നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ട് പോകണം. അത് നോക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നമ്മുടെ KCS ആക്ടുമായിട്ട് കൺഫ്യൂഷൻ വരാതെ പ്രത്യേകം എന്ത് ചെയ്യണം? നോക്കി പഠിച്ചിട്ട് പോകണം കേട്ടോ. ഇനി ഇവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ കേരള ആൻഡ് എനാക്ട്മെന്റ് ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 നമ്മൾ സാധാരണ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററാണ്. അതൊക്കെ നമ്മുടെ കൊച്ചിൻ കോപ്പറേറ്റീവ്
സൊസൈറ്റീസ് ആക്ട്, ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പറഞ്ഞ നമ്മുടെ കുറച്ച് ആക്ടുകൾ ഉണ്ടല്ലോ, ഇവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ കേരള, അതിനെക്കുറിച്ച് നന്നായിട്ട് നോക്കിയിട്ട് വേണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് കൂടി നോക്കണം കേട്ടോ. ഈ ഓവറാൾ പറയുന്നത് എന്താണ്, 904 ആക്ട്, 912 ആക്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഇവല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ എഡ്വേർഡ് ലോ കമ്മിറ്റിയും ഫെഡറിക് നിക്കോൾസിനെ യൂറോപ്പിലേക്ക് അയച്ച കാര്യങ്ങളും മൈക്കലഗാൻ കമ്മിറ്റിയും ടൗൺസെൻഡ് കമ്മിറ്റിയും അങ്ങനെയുള്ള കുറച്ച് കമ്മിറ്റീസ് ഒക്കെ എന്ത് ചെയ്യണം, ഇതിന്റെ കൂടെ തന്നെ നോക്കിയിട്ട് പോകണം. കാരണം കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് കേരള എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് കമ്മിറ്റീസും കൂടി വരും കേട്ടോ. അപ്പോൾ കമ്മിറ്റികൾ സിലബസിൽ ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൂർണ്ണമായും വിട്ടുപോകരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കമ്മിറ്റികളും എന്ത് ചെയ്യണം, ഇതിന്റെ കൂട്ടത്തിൽ നോക്കി പോകണം. അതായത് ഇതുമായി ബന്ധപ്പെട്ട് കോപ്പറേറ്റീവ് ഇവല്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കമ്മിറ്റികളും നിങ്ങൾ ഇതോടൊപ്പം നോക്കി പോകണം. ഓക്കെ, അപ്പോൾ കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പൊതുവെ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഈസി ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് സിലബസ് ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മളൊരു എക്സ്പെക്ട് ചെയ്ത സിലബസ് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ആദ്യ വീഡിയോസ്, അതായത് ഇൻസ്പെക്ടറുടെ വിജ്ഞാപനം വന്ന വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോപ്പറേഷൻ എന്തായാലും പരീക്ഷിക്കണ്ടാകും. അതുകൊണ്ട് സിലബസ് വരുന്നതിന് മുൻപ് നിങ്ങൾ കോപ്പറേഷൻ ഫുള്ളായിട്ട് പഠിച്ചു തീർക്കണം. അതിനുശേഷം ബാക്കി എന്താണോ സിലബസിൽ ഉണ്ടാവുക അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ IT ആൻഡ് സൈബർ ലോ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ പ്രതീക്ഷിച്ചത് തന്നെയാണ് ബാങ്കിങ് 40 മാർക്കിനാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഇതേപോലെ വലിയൊരു സിലബസ് തന്നു, പക്ഷേ ബാങ്കിങ് വളരെ ഈ സിലബസ് ഫുള്ളായിട്ടൊന്നും കവർ ചെയ്ത് വന്നില്ല. വളരെ കുറച്ച് ഭാഗത്താണ് ബാങ്കിങ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത്തവണയും അതേപോലെ വലിയൊരു സിലബസ് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ അവിടുത്തെ മാർക്ക് നോക്കിയാൽ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. നോക്കൂ, ഒറിജിൻ ഓഫ് ദ വേർഡ് ബാങ്ക്, കമേഴ്ഷ്യൽ ബാങ്കിങ് സിസ്റ്റം, യൂണിറ്റ് ബാങ്കിങ്, ബ്രാഞ്ച് ബാങ്കിങ്, കറസ്പോണ്ടന്റ് ബാങ്കിങ് പറഞ്ഞ വലിയൊരു സിലബസ് തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡെപ്പോസിറ്റുകൾ, ബേസിക് ഡെപ്പോസിറ്റ്, അതായത് SBI കുറിച്ച് തന്നിട്ടുണ്ട്, കാസ ഡെപ്പോസിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്ത ഡെപ്പോസിറ്റ്, പിന്നെ സബ്സിഡറി ഫംഗ്ഷൻ, ഏജൻസി സർവീസ്, ജനറൽ യൂട്ടിലിറ്റി സർവീസ്, പ്രിൻസിപ്പിൾ ഓഫ് ലെൻഡിങ്, ക്രെഡിറ്റ് ക്രിയേഷൻ ബൈ കമേഴ്ഷ്യൽ ബാങ്ക്, അങ്ങനെ ഇതൊരു വലിയ ചാപ്റ്ററാണ്. പക്ഷേ അവിടെ എത്ര മാർക്കേ ഉള്ളൂ? 4 മാർക്കേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വളരെ കാട് കയറി പഠിക്കാതിരിക്കുക. അതാണ് ഈ ചാപ്റ്ററിൽ ചെയ്യേണ്ട കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആഴത്തിൽ പഠിച്ചാൽ നല്ലോണം ക്വസ്റ്റ്യൻസ് കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഒരു 1000 ക്വസ്റ്റ്യൻസ് ഇത്രയും സിലബസ് നിന്ന് ഉണ്ടാക്കാം. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യരുത്, അവിടെ വളരെ ഡീപ്പായിട്ട് പോകേണ്ട കാര്യമില്ല. ഒരു ബേസിക് ലെവലിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളൂ. കാരണം 4 മാർക്കേ ഉള്ളൂ. 4 മാർക്ക് എന്ന് പറഞ്ഞാൽ ഇതൊന്നും എല്ലാ ടോപ്പിക്കിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് ഇടാനുള്ള മാർക്കൊന്നുമില്ല. വളരെ എന്താ പറയുക, സെലക്റ്റീവായിട്ട് ക്വസ്റ്റ്യൻസ് ഇട്ടാലേ 4 മാർക്കിൽ ഈ സിലബസ് കഴിയാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി മതി അവിടെ ഈ കമേഴ്ഷ്യൽ ബാങ്കിങ് എന്നുള്ള ഭാഗത്ത്. സെൻട്രൽ ബാങ്ക് ഫംഗ്ഷൻ, RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷനെ കുറിച്ചിട്ടും ബാക്കി അതിൻ്റെ കാര്യങ്ങളെ കുറിച്ചുമാണ്. CRR, SLR, CRAR, പിന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ഇതെല്ലാം കൂടി 4 മാർക്കേ ഉള്ളൂ. അപ്പോൾ അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട. പക്ഷേ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറേയധികം ഫംഗ്ഷൻസ് ഉള്ളതുകൊണ്ട് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് ജസ്റ്റ് ഓടിച്ച് പഠിച്ചു പോയാൽ ഒരു 10, 100, 150 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ച് മാത്രം ഉണ്ടാവും. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ പോളിസിയെ കുറിച്ചൊക്കെ, പിന്നെ CRR, CRAR തുടങ്ങിയ കാര്യങ്ങൾ, അതായത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, SLRനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇവിടെ നോക്കിയിട്ട് പോകണം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ തന്നെയാണ്. 4 മാർക്ക്, അത് വലിയ ബുദ്ധിമുട്ടില്ല. ഇന്ത്യൻ കമേഴ്ഷ്യൽ ബാങ്കിങ് സിസ്റ്റം, പ്രീ ലിബറലൈസേഷൻ ബിറ്റ്, ഫോർമേഷൻ ഓഫ് ഇമ്പീരിയൽ ബാങ്ക്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്നതും അതൊക്കെ നമ്മുടെ RBI പഠിക്കുമ്പോൾ അതിന് കൊടുത്ത് തന്നെ പഠിച്ചു പോകണം കേട്ടോ. സർക്കംസ്റ്റൻസസ് ലീഡിങ് സോഷ്യൽ കൺട്രോൾ, എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ, ഇതൊക്കെ കഴിഞ്ഞ തവണ സിലബസിൽ ഇതേതൊരു ഡിസ്ട്രിക്ട് ക്രെഡിറ്റ് പ്ലാൻ, കൺസെപ്റ്റ് ഓഫ് സർവീസ് ഏരിയ പ്രോജക്ട്, ഇതൊക്കെ കഴിഞ്ഞ സിലബസിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ അത് ഒരുവിധം ഒരു മിനിമത്തിൽ നോക്കിയാൽ മതി. കാരണം അതിന് എത്ര മാർക്കുണ്ട്? 4 മാർക്കിൻ്റെ ക്വസ്റ്റൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇന്ത്യൻ കമേഴ്ഷ്യൽ ബാങ്കിങ്, പോസ്റ്റ് ലിബറലൈസേഷൻ പീരീഡ്, ലോക്കൽ ഏരിയ ബാങ്ക്, അത് കുറച്ച് റിഫോംസ്, അതായത് പുതിയ ഇന്നോവേറ്റീവ് ടേംസ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഭാഗം കൂടിയാണത്. അതായത് നരസിംഹ കമ്മിറ്റിയുടെ റിപ്പോർട്ട്, പിന്നെ ലോക്കൽ ഏരിയ ബാങ്ക്, ഡിഫറൻഷ്യേറ്റഡ് ബാങ്ക്സ്, പേയ്മെന്റ് ബാങ്കുകൾ, സ്മാൾ ഫിനാൻസ് ബാങ്ക്, അതൊക്കെ എന്താണ് പുതിയ ഇന്നോവേറ്റീവ് ടേമാണ് കേട്ടോ. ഇതൊക്കെ വളരെ ഡീപ്പാണ്. ഇപ്പോൾ പേയ്മെന്റ് ബാങ്കിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റൻസ് പഠിക്കാറുണ്ട്. പക്ഷേ അത്രയൊന്നും പോകേണ്ട കാര്യമില്ല. 4 മാർക്കേ ഉള്ളൂ. 4 മാർക്കുകൾ പറഞ്ഞാൽ ഒരു ബേസിക് ക്വസ്റ്റൻസേ വരൂ. അല്ലാതെ വളരെ ഡീപ്പായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ള ക്വസ്റ്റൻസ് വരാനുള്ള സാധ്യത അവിടെ വളരെ കുറവാണ്. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ബേസിക് ഐഡിയ, ഈ പേയ്മെന്റ് ബാങ്ക് എന്താണ്, സ്മാൾ ഫിനാൻസ് ബാങ്ക് എന്താണ് ലോക്കൽ ഏരിയ ബാങ്ക്സ്, അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് മാത്രം നോക്കുക. വളരെ ഡീപ്പായിട്ട് നോക്കാൻ നിന്നാൽ അതിനുള്ള സമയം നമുക്കില്ല. അപ്പോൾ ഈ ഒരു മിനിമത്തിൽ നോക്കി പോകേണ്ട ഭാഗമുണ്ട്. കാരണം 4 മാർക്കേ ഉള്ളൂ. 4 മാർക്കേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആഴത്തിൽ ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻസ് അവിടെ ഇല്ല. 4 ക്വസ്റ്റ്യൻസ് അല്ലേ മാക്സിമം ചോദിക്കാൻ പറ്റും. ഒരു മാർക്ക് എന്ന് പറയുമ്പോൾ 4 ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വരാനുള്ള സാധ്യതയുള്ളത്. ഈ 4 ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ വളരെ ഡീപ്പായിട്ടും ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കഴിഞ്ഞ പരീക്ഷയുടെ എടുത്ത് നോക്കിയാൽ, ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം അത്രയ്ക്കാണ്ട് ഡീപ്പായിട്ട് പോയിട്ടില്ല. ഇനി ബാങ്കിങ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ, ബാങ്ക് റെഗുലേഷൻ ആക്ട്, ഇത് കുറച്ച് നന്നായിട്ട് പഠിക്കണം. ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, പിന്നെ ടൈം ആൻഡ് ഡിമാൻഡ് ലയബിലിറ്റിയെ കുറിച്ചൊക്കെ. ബാങ്ക് റെഗുലേഷൻ ആക്ട് പറഞ്ഞാൽ അതിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമുണ്ടല്ലോ. ഈ സെക്ഷനും റൂളിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചധികം ഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് ബാങ്ക് റെഗുലേഷൻ ആക്ട് നമ്മളൊന്ന് നോക്കി പോകേണ്ട ഭാഗം തന്നെയാണ് കേട്ടോ. ഓക്കെ, വയലേറ്റിംഗ് ഷെയർ ഹോൾഡർ, പിന്നെ റെസ്ട്രിക്ഷൻസ് ഓൺ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്, റിസർവ്, ഇതൊക്കെ ബാങ്ക് BR ആക്ടുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ബാങ്ക് റെഗുലേഷൻ ആക്ടുമായി ബന്ധപ്പെട്ട്. പിന്നെ പ്രാക്ടീസ് ഓഫ് ബാങ്കിങ്, ബാങ്കർ കസ്റ്റമർ, ജനറൽ ആൻഡ് സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ, ഒബ്ലിഗേഷൻ,
ഇതും ക്ലൈറ്റൺ കേസ് റൂൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകണ്ട. ഒരു നോർമലി പഠിച്ചാൽ ഇത് കിട്ടും. ഈ പറഞ്ഞ 4 മാർക്ക് നമുക്ക് ഇവിടുന്ന് സ്കോർ ചെയ്യാം. പിന്നെ ലോ റിലേറ്റഡ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. കാരണം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് നിറയെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അത് എവിടുന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാം. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ട ഭാഗമാണ് ലോ റിലേറ്റഡ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, ടൈപ്പ്, ഫീച്ചേഴ്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, ചെക്ക്. ഇതൊക്കെ നമ്മൾ ബേസിക്, അതായത് ട്രഡീഷണൽ ബാങ്കിങ്ങിനെ കുറിച്ച് സ്ഥിരമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഭാഗമാണെന്ത് ഈ പറഞ്ഞ ലോ റിലേറ്റിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്നുള്ളത്. അടുത്തത് അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ് ബൈ ബാങ്ക്സ് ആണ്. ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ KCC, SCC പോലുള്ള ബാങ്കുകൾ, നബാർഡ് ഇഷ്യൂ ചെയ്യുന്ന 3 ടൈപ്പ് ഓഫ് ക്രെഡിറ്റ് കാർഡ്, അങ്ങനെയുള്ള കുറച്ച് ലിങ്കിങ്, സെൽഫ് ഹെൽപ്പ് ആൻഡ് JLG, SLG ഗ്രൂപ്പുകൾ, നാഫിൻ, നാപ്കോൺ എന്നൊക്കെ പറഞ്ഞ ഈ SHG, JLGക്ക് ഫിനാൻസ് നൽകുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ഒന്ന് നോക്കിയിട്ട് പോകണം. കാരണം അഗ്രികൾച്ചർ ആൻഡ് മൈക്രോ ഫിനാൻസ് എന്ന് 4 മാർക്കുണ്ട്. അതിൻ്റെ ടോപ്പിക് വളരെ കുറവാണ്. അപ്പോൾ ഉള്ളതെന്ന് കുറച്ച് എന്ത് ചെയ്യണം, ഡീപ്പായിട്ട് നോക്കേണ്ടി വരും. അത് കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഭാഗമാണ് കേട്ടോ. നെക്സ്റ്റ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഇൻ ബാങ്കിങ്, അതായത് നമ്മുടെ RTGS, NEFT, IFSC, ATM, CTS, സ്വിഫ്റ്റ്, അങ്ങനെ കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബാങ്കിങ് ടേംസ് വരുന്നൊരു ഭാഗമാണ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഇൻ ബാങ്കിങ്. അതിൻ്റെ പേര് തന്നെ അതാണ്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഇൻ ബാങ്കിങ്. പിന്നെ റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ബാങ്കിങ്, അതായത് ക്രെഡിറ്റ് ക്രിയേറ്റീവ് മെത്തേഡ്സ്, ക്യാമൽ റേറ്റിംഗ്, NPA, CRAR, പിന്നെ 2 പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, അടൽ പെൻഷൻ യോജന, ഇതൊക്കെ കഴിഞ്ഞ തവണ പരീക്ഷയ്ക്ക് എന്തുണ്ടായിരുന്നു, ഇതേപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നോക്കിയിട്ട് പോകണം. ഒരു ഓവറാൾ നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തൊരു സിലബസാണ് നമ്മുടെ വന്നിരിക്കുന്നത്. പിന്നെ കുറച്ച് IT ആൻഡ് സൈബറിലുണ്ട്, 10 മാർക്കിൻ്റെയാണ്. കഴിഞ്ഞ തവണ വന്നിട്ടുള്ള പോലെ ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, മെമ്മറി ഡിവൈസസ്, പിന്നെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം, സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളെ കുറിച്ചിട്ട്. ഇത് നമുക്ക് കോമൺ ആയിട്ട് PSCയുടെ സിലബസിൽ വരുന്നത് തന്നെയാണ് കേട്ടോ. ലാംഗ്വേജസ് നീഡ് നോട്ട് ബി കൺസിഡേർഡ്. അപ്പോൾ ലാംഗ്വേജ് എടുക്കേണ്ട കാര്യമില്ല. ഇൻപുട്ട്, ഔട്ട്പുട്ട്, സ്റ്റോർ, കൺട്രോൾ, ട്രാൻസ്ഫർ ആണ്. അവിടെ ലാംഗ്വേജ് വരേണ്ട കാര്യമില്ല കേട്ടോ. ബേസിക് പ്രോഗ്രാമിൽ പഠിക്കുമ്പോൾ നമ്മൾ ലാംഗ്വേജുകളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ട കാര്യമില്ല. പിന്നെ LAN, WAN, ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് നോക്കണം തന്നെയാണ്. മീഡിയ, സ്വിച്ച്, ഹബ്ബ്, റൂട്ടർ, ബ്രിഡ്ജ്, ഗേറ്റ് വേ, റൂട്ടർ എന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ. യൂസേജ്, ഇതൊക്കെ ഈസി ആയിട്ടൊരു ടോപ്പിക്കാണ്. അങ്ങനെ വളരെ ബുദ്ധിമുട്ട് എന്ന് പറയാനുള്ളതല്ല, വളരെ സിമ്പിളായിട്ട് എന്നും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കുറച്ചധികം ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിലുള്ളത് കേട്ടോ. പിന്നെ it may be noted that apart from the topics detailed above, questions from the other topics prescribed for the qualification education, PSC ഒരു മുൻകൂർ ജാമ്യം എല്ലാ സിലബസിലും എടുക്കാറുണ്ട്. അതുപോലെ ഈ സിലബസിൽ ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. മേ ബി എന്ത് ചെയ്യാം, ഇതെന്നല്ലാതെയും ക്വസ്റ്റ്യൻസ് വരാം. ഇതെന്നല്ലാതെ വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്നത് നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാനുള്ള സമയം കിട്ടുമ്പോൾ ഒരു പരീക്ഷയുടെ 20 ദിവസം മുൻപ് എന്ത് ചെയ്യണം, റിവിഷൻ തുടങ്ങും കേട്ടോ. ഇനി ഇത്രയാണ് സിലബസ്. ഇനി നിങ്ങൾ എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടതെന്ന് പറയാം. ഒട്ടും പാനിക് ആവേണ്ട കാര്യമില്ല, വളരെ റിലാക്സ്ഡ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. പക്ഷേ ഹാർഡ് വർക്ക് വേണം. ഹാർഡ് വർക്ക് വേണം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ പരീക്ഷ എത്തി എന്ന് പറഞ്ഞാൽ ഇത് കുറേ പഠിക്കുന്നു അത് കുറേ പഠിക്കുന്നു അങ്ങനെയൊന്നും പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പരീക്ഷ വിജയിക്കാൻ കഴിയില്ല. ടെൻഷൻ ഇല്ലാതെ ഈ സിലബസ് ഫുള്ളായി കവറാവുന്ന രീതിയിൽ നിങ്ങൾ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരുന്ന് പഠിച്ചാൽ എന്ത് ചെയ്യും, ഈസി ആയിട്ട് ഇത് പഠിച്ചെടുക്കാൻ കഴിയും. നമ്മൾ ഓൾറെഡി പഠിച്ചു നിൽക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത് പഠിച്ച് കവർ ചെയ്യാൻ കഴിയുന്ന ഒരു സിലബസ് തന്നെയാണ്. ഇത് ആലോചിച്ച് ആർക്കും ടെൻഷൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ദേവിയ കോളേജിലെ കുട്ടികൾക്ക് എന്തായാലും ഉണ്ടാവേണ്ട സാധ്യതയില്ല. കാരണം നമ്മളിതെല്ലാം പലതും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദേവിയ കോളേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 80% സിലബസ് നമ്മളിതിൽ കവർ ചെയ്തിട്ടുണ്ട്. ബാക്കി ഒരു 20% ആണ് കവർ ചെയ്യാനുള്ളത്. അത് ഈ സമയം കൊണ്ട് നമ്മൾ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യും, കവർ ചെയ്തു പോകും കേട്ടോ. അതിനെക്കുറിച്ച് ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾ പുറത്തുനിന്നുള്ള പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ മോസ്റ്റ് ആൾക്കാർ ഞാൻ ഇതെല്ലാം പഠിച്ചിട്ടുണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മോസ്റ്റ് ആൾക്കാർ ഇത് കവർ ചെയ്തിട്ടുണ്ടാകും. കാരണം ഒരു സിലബസ് കോമൺ സിലബസ് ആണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്ത സിലബസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ പഠിക്കുമ്പോൾ എല്ലാം കൂടി അത് പഠിക്കണം ഇത് പഠിക്കണം പറഞ്ഞാൽ ആ ബുക്ക് ഈ ബുക്ക് അങ്ങനെ തന്നെ പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഏത് ബുക്കാണോ റെഫർ ചെയ്ത് വന്നത് അത് തന്നെ കൃത്യമായിട്ട് റെഫർ ചെയ്യുക. ഓരോ പോയിന്റ് വൈസ് റെഫർ ചെയ്യുക. ഇല്ലാത്ത പോർഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ തിരഞ്ഞ് കണ്ടെത്തുകയോ അല്ലെങ്കിൽ നിങ്ങൾ എവിടുന്നാണോ പഠിക്കുന്നത് ആ സോഴ്സിൽ നിന്ന് അത് ലഭ്യമാക്കാൻ തീർച്ചയായിട്ടും പറയണം കേട്ടോ. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. പിന്നെ PSCയുടെ റീസെന്റ് ട്രെൻഡ്സ് അനുസരിച്ച് സിലബസ് തന്നെയാണ് എല്ലാ പരീക്ഷയ്ക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പുള്ള ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, സിലബസ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് സിലബസിനെ മുൻനിർത്തി നിങ്ങൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോവുക. ഏകദേശം സെപ്റ്റംബർ 5 പരീക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഓഗസ്റ്റ് 15 to 20 എന്ത് ചെയ്യണം, പുതിയ കാര്യങ്ങൾ മുഴുവൻ പഠിച്ചു തുടങ്ങി. ഈ സിലബസ് കവർ ചെയ്ത് വരണം. ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ കൃത്യമായ റിവിഷൻ ചെയ്യണം. റിവിഷനാണ് ഇമ്പോർട്ടൻസ് കേട്ടോ. അല്ലാതെ വെറുതെ കുറേയധികം കാര്യങ്ങൾ പുതിയത് പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. റിവിഷനാണ് പ്രാധാന്യം. ഓരോ ദിവസവും പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്യണം. ഓക്കെ, പഠിച്ച കാര്യങ്ങളെ റിവൈസ് ചെയ്ത് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, പഴയ പഠിച്ചു വെച്ച കാര്യങ്ങൾ റിവൈസും ചെയ്ത് വരണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമാവുള്ളൂ. മാക്സിമം എക്സാംസുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്ത് നോക്കണം കേട്ടോ. എക്സാം എഴുതാത്ത ഒരാൾക്ക് പരീക്ഷാ ഹാളിൽ പെർഫോം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് മാക്സിമം നമ്പർ ഓഫ് എക്സാംസ് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് വരണം. ഓക്കെ, അവിടെ മൈനസ് മാർക്കുള്ള പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ മൈനസ് മാർക്ക് ഉണ്ട് എന്നുള്ള ധാരണയോടുകൂടി അറിയാത്ത ക്വസ്റ്റ്യൻസ് വിട്ട് ശീലിക്കണം.
അത് പരീക്ഷ എഴുതുമ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് വരണം കേട്ടോ. അല്ലാതെ 100 ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ അജണ്ടയല്ല. അറിയാത്ത ക്വസ്റ്റ്യൻസ് വിട്ട് വരണം. കാരണം ഇല്ലെങ്കിൽ എന്തുണ്ട്, നമുക്ക് മൈനസ് മാർക്ക് പരീക്ഷയിലുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. നമ്മുടെ CSEയുടെ പരീക്ഷ എഴുതുമ്പോൾ മൈനസ് എന്നുള്ള ആ ദുർബോധത്തിനെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ PSയുടെ കാര്യത്തിന് അങ്ങനെയല്ല, മൈനസ് ഉണ്ട്. മൈനസ് മാർക്ക് വളരെ കിട്ടിയ മാർക്കിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വളരെയധികം പ്രാപ്തിയുള്ള ഒരാളാണ് ആര്, ഈ മൈനസ് മാർക്ക്. അതിനെ നമ്മൾ ഭയക്കുക തന്നെ വേണം. അതുകൊണ്ട് അറിയാത്ത ക്വസ്റ്റ്യൻസിനെ വിട്ട് ശീലിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം കേട്ടോ. പിന്നെ 4 ക്വസ്റ്റ്യൻ അറിയില്ലെങ്കിൽ ഒരു കാരണവശാലും അത് കറക്കി കുത്തരുത്. 2 എണ്ണത്തിലെ ഓപ്ഷൻ ഉള്ളൂ. അങ്ങനെ ഒരു 5 6 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു കറക്കി കുത്തൽ ഓപ്ഷൻ എടുക്കുക. കാരണം 2 എണ്ണം ഉറപ്പായിട്ടും അല്ല, ബാക്കി 2 എണ്ണം അറിയണമെന്ന് വെച്ചാൽ ഒരു 3 4 ക്വസ്റ്റ്യൻസ് കറക്കി കുത്തുമ്പോൾ നമുക്ക് 2 എണ്ണം ശരിയായാൽ പോലും എന്ത് ചെയ്യാം, അത് മേക്കപ്പ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ PSC എഴുതുന്ന ജനറൽ ടെക്നിക്സ് ആണ്. ഇതനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വരിക. ഇനി ദേവിയ കോളേജിൽ ക്രാഷ് കോഴ്സിന്റെ കാര്യം ഉണ്ടോ എന്ന് കുറേ ആൾക്കാരായി വിളിച്ചു വെക്കുന്നു. ദേവിയ കോളേജിന്റെ പോളിസി പറയാം, ഒരിക്കലും ഞങ്ങൾ ക്രാഷ് കോഴ്സ് ആയിട്ട് നടത്താറില്ല. ഈ ക്രാഷ് കോഴ്സ് നടത്താറില്ല എന്ന് പറഞ്ഞാൽ കോഴ്സ് ഉണ്ട്, ജോയിൻ ചെയ്യാം. ഈ ദേവിയ കോളേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഇതുവരെ കോപ്പറേഷനെ കുറിച്ച് പഠിച്ചിട്ടേ ഇല്ല, തീർച്ചയായിട്ടും പഠിച്ചിട്ടേ ഇല്ല. ഈ സിലബസ് കണ്ടപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ആഗ്രഹം വരും ഇതെടുത്ത് പഠിക്കാം കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ചേരണം എന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എനിക്ക് വിജയിപ്പിക്കാൻ കഴിയുമെന്ന് എൻ്റെ യാതൊരു വിശ്വാസവും എനിക്കില്ല. കാരണം 2 മാസം കൊണ്ട് ഒരിക്കലും ഇത് പഠിച്ചെടുക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അങ്ങനെ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവും, തീർച്ചയായിട്ടും നമുക്കതിനുള്ള കഴിവില്ല. ഉള്ളതുപോലെയും അതായത് ഉള്ളതുപോലെ പറയുക, ഒരിക്കലും മിസ്ലീഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ദേവിയ കോളേജിൻ്റെ ഒരു പോളിസിയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കപ്പാസിറ്റി നമുക്കില്ല. 2 മാസം കൊണ്ട് നിങ്ങളെ തുടക്കം പഠിക്കുന്ന ആൾക്കാരെ വിജയിപ്പിക്കാനുള്ള കപ്പാസിറ്റി ദേവിയ കോളേജിനില്ല. അതുകൊണ്ട് ഇതുവരെ കോപ്പറേഷനെ കുറിച്ച് പഠിക്കാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഗുണവും ഉണ്ടാവില്ല കേട്ടോ. ദേവിയ കോളേജിൻ്റെ ക്രാഷ് കോഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ക്രാഷ് കോഴ്സായിട്ട് പഠിക്കുന്നില്ല, സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ക്ലാസ് തരുന്നുണ്ട്. ഇതെല്ലാ സിലബസും നമ്മൾ ഈ പറഞ്ഞ 60 ദിവസം കൊണ്ട് കവർ ചെയ്യും. പുതിയ ആളാണെങ്കിൽ ഒരിക്കലും അത് പഠിച്ചു തീർക്കാൻ കഴിയുകയില്ല. അതാണ് എൻ്റെ വിശ്വാസം. എനിക്കാണെങ്കിൽ കഴിയില്ല. ഇനിയിപ്പോൾ കപ്പാസിറ്റിയുള്ള ആൾക്കാരുണ്ടായിരിക്കും, നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുകയല്ല ഞാൻ. അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചോളൂ. പക്ഷേ നമുക്ക് ഉറപ്പ് തരാൻ കഴിയില്ല. തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു നിൽക്കുന്ന ഒരാളാണ്, ഈ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദേവിയ കോളേജിലേക്ക് വരാം. നമുക്കൊരു ചെറിയ ഫീസൊക്കെ ഉണ്ട്. നിങ്ങൾ ഓഫീസ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ ദേവിയ കോളേജിലെ ഈ പറഞ്ഞ ക്രാഷ് കോഴ്സിന് എന്താണ് ഫീസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ക്രാഷ് കോഴ്സ് ഉണ്ട്. ക്രാഷ് കോഴ്സ് ആയിട്ടല്ല, സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ് ആയിട്ടാണ് നടത്തുന്നത്. ഈ സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ്സിലേക്ക് ആരെയാണ് ഇൻവൈറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഓൾറെഡി പഠിച്ചു നിൽക്കുന്ന ആൾക്കാർക്ക് വന്നാലേ അതുകൊണ്ട് ഗുണം കിട്ടൂ. അല്ലാത്തൊരാൾ ഇതിൽ വന്ന് ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ ഗുണം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു അതിൻ്റെ ഗുണം കിട്ടിയില്ല എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നന്നായിട്ട് ഒരുവിധം പ്രിപ്പയർ ചെയ്ത ആൾക്ക് മാത്രമേ ഈ 2 മാസം കൊണ്ട് ഇത്രയും സിലബസിനെ നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്ത് വിജയിക്കാൻ കഴിയും. അല്ലാത്ത ആൾക്ക് വിജയിക്കാൻ കഴിയില്ല എന്നൊന്നും ഞാൻ പറയില്ല, ഓരോരുത്തരുടെ കപ്പാസിറ്റി പോലെയാണ്. പക്ഷേ പൊതുവേ ഇത്രയും സിലബസ് നമ്മൾ 2 മാസം കൊണ്ട് ആദ്യമായിട്ട് എടുത്ത് പഠിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ടാസ്ക്കാണ്. ചിലപ്പോൾ കഴിയുമായിരിക്കും, നല്ല ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ രാപ്പകലില്ലാതൊക്കെ ബുദ്ധിമുട്ടിയാൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, പഠിച്ചു തീർക്കാൻ കഴിയുമായിരിക്കും. ഒരു നോർമൽ വ്യക്തിക്ക് ഇത് പഠിച്ചു തീർക്കാൻ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 6 മുതൽ 8 മാസം വരെ വേണ്ടി വരുന്ന ഒരു സിലബസാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി 6 മാസമായിട്ടാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ദേവിയ കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ദേവിയ കോളേജിൽ ഓൾറെഡി പഠിക്കുന്ന കുട്ടികൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം ഈച്ച് ആൻഡ് എവറി പോയിന്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു കുഴപ്പം കൂടാതെ വിത്ത് ചോയ്സോടുകൂടി സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസോട് കൂടി നമ്മളിവിടെ എത്തിക്കും. അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കുറേ ആൾക്കാർ ചോദിച്ചു സാർ എന്താ സ്റ്റേറ്റ്മെൻറ്റ്, എല്ലാം എത്തിക്കും, ഒരു ഡൗട്ടും വേണ്ട. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ഓരോ ക്വസ്റ്റ്യനും ചോയ്സ് ഇട്ട് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് കേട്ടോ. കൂടാതെ വീഡിയോ ക്ലാസ്സുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വീഡിയോ ക്ലാസ് എടുത്തു തരും. പിന്നെ ലൈവ് ക്ലാസ്സുകൾ തുടർച്ചയായിട്ട് നമുക്ക് ലൈവ് ക്ലാസ് ഉണ്ട്. എല്ലാ സബ്ജക്റ്റിനും ലൈവ് ക്ലാസ് ഉണ്ടാവും. ഇതുവരെ നമുക്കൊരു എന്താണ് സിലബസ് എന്നറിയാതെ കുറേ അധികം വാരി വലിച്ചിട്ട് പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് കുറേയധികം ടോപ്പിക്കുകൾ നമ്മൾ മാറ്റി വെച്ചത്. ഇപ്പോൾ നമ്മൾ സിലബസ് വന്നപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും നമ്മൾ ഏകദേശം കവർ ചെയ്താണ്. ഒരു 20% ടോപ്പിക്കാണ് നമുക്കിവിടെ കവർ ചെയ്യാനുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു പോകുന്ന ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വിജയിക്കാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. ടെൻഷനോട് കൂടി പഠിച്ചാൽ അത് ജയിക്കാൻ കഴിയില്ല. റിലാക്സ് മൈൻഡോട് കൂടി പഠിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് സെപ്റ്റംബർ 5 പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ഉഷാറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഉന്നത വിജയം നേടി ആദ്യ റാങ്കുകളിൽ ഒന്ന് തന്നെ നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ടെൻഷൻ്റെ ഒന്നും ആരുടെയും ആവശ്യമില്ല. നിങ്ങൾ പഠിച്ചത് ഏതാണോ ആ ബുക്ക് തന്നെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അതിലെ തന്നെ ഈ പറഞ്ഞ മോസ്റ്റ് കാര്യങ്ങളുണ്ടാവും. പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പുകൾ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ ശ്രമിക്കുക. വളരെ ഡീപ്പായിട്ട് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ എല്ലാ സിലബസും പരന്ന് കവർ ചെയ്യാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. വളരെ ഉള്ളിലേക്ക് പഠിപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം ചോദ്യകർത്താവിന് ഇത്രത്തോളം എന്ത് ചെയ്യില്ല, വളരെ ഡീപ്പായിട്ടുള്ള നോളജ് ഓരോ സബ്ജക്റ്റിലും ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ഒരു മിനിമം ലെവലിൽ, ഒരു ബേസിക് ലെവലിൽ വൃത്തിയായിട്ട് പഠിക്കുക. പിന്നെ
ഇത്രയൊക്കെയാണ് സിലബസ് എങ്കിൽ കൂടി നമ്മുടെ ആക്ട് ആൻഡ് റൂളിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും സെക്ഷൻ 32 പ്രകാരം ആരാണ് സൂപ്പർ സീഡ് ചെയ്യുക ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് രജിസ്ട്രാർ ആണെന്ന് പറയാൻ കഴിയണം. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊന്നും സിലബസ് ഇല്ലാതെ കൊണ്ട് ചോദിക്കാതിരിക്കുന്നു വിചാരിക്കേണ്ട. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് വേണം പോകാൻ. പിന്നെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം വേൾഡ് കോപ്പറേഷൻ എന്തില്ല സിലബസിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ വേൾഡ് കോപ്പറേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, അതായത് നമ്മുടെ ഓരോ രാജ്യത്തിൻ്റെ ഫാദർ, പിന്നെ വളരെ KF പോലുള്ള വലിയ കോപ്പറേറ്റീവ് ഫോർ ഗവൺമെൻറ് പോലുള്ള കുറച്ച് മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ചൊക്കെ നിങ്ങൾ ഒരു ധാരണ ഉണ്ടാക്കി പോകുന്നത് പരീക്ഷാ ഹാളിൽ ഗുണം ചെയ്യും. കാരണം സാധാരണ PSR പരീക്ഷയ്ക്ക് വേൾഡ് കോപ്പറേഷൻ എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പക്ഷേ PSR നിലവിലുള്ള സിലബസ് പ്രകാരം സിലബസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. അതുകൊണ്ട് സിലബസ് ഫുള്ള് കവർ ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റ് ചാപ്റ്റർ കൂടി കവർ ചെയ്തിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ തീർച്ചയായിട്ടും എക്സാമിന് പോകണം. ഒരു ഉജ്ജ്വലമായ പെർഫോമൻസ് കാഴ്ചവെക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന ആശംസയോടെ നിർത്തുന്നു. നന്ദി. താങ്ക് യു. പിന്നെ കുറച്ച് IT ആൻഡ് സൈബറിലുണ്ട്. 10 മാർക്കിൻ്റെയാണ്. കഴിഞ്ഞ തവണ വന്നിട്ടുള്ള പോലെ ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, മെമ്മറി ഡിവൈസസ്, പിന്നെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം, സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളെ കുറിച്ചിട്ട്. ഇത് നമുക്ക് കോമൺ ആയിട്ട് PSR സിലബസിൽ വരുന്നത് തന്നെയാണ് കേട്ടോ. ലാംഗ്വേജസ് നീഡ് നോട്ട് ബി കൺസിഡേർഡ്. അപ്പോൾ ലാംഗ്വേജ് എടുക്കേണ്ട കാര്യമില്ല. ഇൻപുട്ട്, ഔട്ട്പുട്ട്, സ്റ്റോർ, കൺട്രോൾ, ട്രാൻസ്ഫർ ആണ്. അവിടെ ലാംഗ്വേജ് വരേണ്ട കാര്യമില്ല കേട്ടോ. ബേസിക് പ്രോഗ്രാമിൽ പഠിക്കുമ്പോൾ നമ്മൾ ലാംഗ്വേജുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട കാര്യമില്ല. പിന്നെ LAN ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് നോക്കണം തന്നെയാണ്. മീഡിയ, സ്വിച്ച്, ഹബ്ബ്, റൂട്ടർ, ബ്രിഡ്ജ്, ഗേറ്റ് വേ, റൂട്ടർ എന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. യൂസേജ് ഇതൊക്കെ ഈസി ആയിട്ടൊരു ടോപ്പിക്കാണ്. അങ്ങനെ വളരെ ബുദ്ധിമുട്ട് എന്ന് പറയാനുള്ളതല്ല, വളരെ സിമ്പിളായിട്ട് എന്നും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കുറച്ചധികം ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിലുള്ളത് കേട്ടോ. പിന്നെ it may be noted that apart from the topics detailed above, questions from the other topics prescribed for the qualification education, PSC ഒരു മുൻകൂർ ജാമ്യം എല്ലാ സിലബസിലും കൊടുക്കാറുണ്ട്. അതുപോലെ ഈ സിലബസിൽ ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. മേ ബി എന്ത് ചെയ്യാം, ഇതെന്നല്ലാതെയും ക്വസ്റ്റ്യൻസ് വരാം. ഇതെന്നല്ലാതെ വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്നത് നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാനുള്ള സമയം കിട്ടുമ്പോൾ ഒരു പരീക്ഷയുടെ 20 ദിവസം മുൻപ് എന്ത് ചെയ്യണം, റിവിഷൻ തുടങ്ങും കേട്ടോ. ഇനി ഇത്രയാണ് സിലബസ്. ഇനി നിങ്ങൾ എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടതെന്ന് പറയാം. ഒട്ടും പാനിക്കാവേണ്ട കാര്യമില്ല. വളരെ റിലാക്സ്ഡ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. പക്ഷേ ഹാർഡ് വർക്ക് വേണം. ഹാർഡ് വർക്ക് വേണം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ പരീക്ഷ എത്തി എന്ന് പറഞ്ഞാൽ ഇത് കുറേ പഠിക്കുന്നു അത് കുറേ പഠിക്കുന്നു അങ്ങനെയൊന്നും പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പരീക്ഷ വിജയിക്കാൻ കഴിയില്ല. ടെൻഷൻ ഇല്ലാതെ ഈ സിലബസ് ഫുള്ളായി കവറാവുന്ന രീതിയിൽ നിങ്ങൾ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരുന്ന് പഠിച്ചാൽ എന്ത് ചെയ്യും, ഈസി ആയിട്ട് ഇത് പഠിച്ചെടുക്കാൻ കഴിയും. നമ്മൾ ഓൾറെഡി പഠിച്ചു നിൽക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത് പഠിച്ച് കവർ ചെയ്യാൻ കഴിയുന്ന ഒരു സിലബസ് തന്നെയാണ്. ഇത് ആലോചിച്ച് ആർക്കും ടെൻഷൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ദേവിയ കോളേജിലെ കുട്ടികൾക്ക് എന്തായാലും ഉണ്ടാവേണ്ട സാധ്യതയില്ല. കാരണം നമ്മളിതെല്ലാം പലതും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദേവിയ കോളേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 80% സിലബസ് നമ്മളിതിൽ കവർ ചെയ്തിട്ടുണ്ട്. ബാക്കി ഒരു 20% ആണ് കവർ ചെയ്യാനുള്ളത്. അത് ഈ സമയം കൊണ്ട് നമ്മൾ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യും, കവർ ചെയ്ത് പോകും കേട്ടോ. അതിനെക്കുറിച്ച് ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾ പുറത്തുനിന്നുള്ള പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ മോസ്റ്റ് ആൾക്കാർ ഞാൻ ഇതെല്ലാം പഠിച്ചിട്ടുണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മോസ്റ്റ് ആൾക്കാർ ഇത് കവർ ചെയ്തിട്ടുണ്ടാകും. കാരണം ഒരു സിലബസ് കോമൺ സിലബസ് ആണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്ത സിലബസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ പഠിക്കുമ്പോൾ എല്ലാം കൂടി അത് പഠിക്കണം ഇത് പഠിക്കണം പറഞ്ഞാൽ ആ ബുക്ക് ഈ ബുക്ക് അങ്ങനെ അതിന് പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഏത് ബുക്കാണോ റെഫർ വന്നത് അത് തന്നെ കൃത്യമായിട്ട് റെഫർ ചെയ്യുക. ഓരോ പോയിന്റ് വൈസ് റെഫർ ചെയ്യുക. ഇല്ലാത്ത പോർഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ തിരഞ്ഞ് കണ്ടെത്തുകയോ അല്ലെങ്കിൽ നിങ്ങൾ എവിടുന്നാണോ പഠിക്കുന്നത് ആ സോഴ്സിൽ നിന്ന് അത് ലഭ്യമാക്കാൻ തീർച്ചയായിട്ടും പറയണം കേട്ടോ. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. പിന്നെ PSR റീസെന്റ് ട്രെൻഡ്സ് അനുസരിച്ച് സിലബസ് തന്നെയാണ് എല്ലാ പരീക്ഷയ്ക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പുള്ള ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, സിലബസ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് സിലബസിനെ മുൻനിർത്തി നിങ്ങൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോവുക. ഏകദേശം സെപ്റ്റംബർ 5 പരീക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഓഗസ്റ്റ് 15 to 20 എന്ത് ചെയ്യണം, പുതിയ കാര്യങ്ങൾ മുഴുവൻ പഠിച്ചോളൂ. ഈ സിലബസ് കവർ ചെയ്ത് വരണം. ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ കൃത്യമായ റിവിഷൻ ചെയ്യണം. റിവിഷനാണ് ഇമ്പോർട്ടൻസ് കേട്ടോ. അല്ലാതെ വെറുതെ കുറേയധികം കാര്യങ്ങൾ പുതിയത് പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. റിവിഷനാണ് പ്രാധാന്യം. ഓരോ ദിവസവും പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്യണം. ഓക്കെ, പഠിച്ച കാര്യങ്ങളെ റിവൈസ് ചെയ്ത് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, പഴയ പഠിച്ചു വെച്ച കാര്യങ്ങളെ റിവൈസും ചെയ്ത് വരണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമാവുള്ളൂ. മാക്സിമം എക്സാംസുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്ത് നോക്കണം കേട്ടോ. എക്സാം എഴുതാത്ത ഒരാൾക്ക് പരീക്ഷാ ഹാളിൽ പെർഫോം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് മാക്സിമം നമ്പർ ഓഫ് എക്സാംസ് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് വരണം. ഓക്കെ, അവിടെ മൈനസ് മാർക്കുള്ള പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ മൈനസ് മാർക്ക് ഉണ്ട് എന്നുള്ള ധാരണയോടുകൂടി അറിയാത്ത ക്വസ്റ്റ്യൻസ് വിട്ട് ശീലിക്കണം. അത് പരീക്ഷ എഴുതുമ്പോൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് വരണം കേട്ടോ. അല്ലാതെ 100 ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ അജണ്ടയല്ല. അറിയാത്ത ക്വസ്റ്റ്യൻസ് വിട്ട് വരണം. കാരണം ഇല്ലെങ്കിൽ എന്തുണ്ട്, നമുക്ക് മൈനസ് മാർക്ക് പരീക്ഷയിലുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. നമ്മുടെ CSEയുടെ പരീക്ഷ എഴുതുമ്പോൾ മൈനസ് എന്നുള്ള ആ ദുർഭൂതത്തിനെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ PSCയുടെ കാര്യത്തിന് അങ്ങനെയല്ല, മൈനസ് ഉണ്ട്. മൈനസ് മാർക്ക് വളരെ കിട്ടിയ മാർക്കിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വളരെയധികം പ്രാപ്തിയുള്ള ഒരാളാണ് ആര്, ഈ മൈനസ് മാർക്ക്. അതിനെ നമ്മൾ ഭയക്കുക തന്നെ വേണം. അതുകൊണ്ട് അറിയാത്ത ക്വസ്റ്റ്യൻസിനെ വിട്ട് ശീലിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം കേട്ടോ. പിന്നെ 4 ക്വസ്റ്റ്യൻ അറിയില്ലെങ്കിൽ ഒരു കാരണവശാലും അത് കറക്കി കുത്തരുത്.
രണ്ടെണ്ണത്തിലെ ഓപ്ഷൻ ഉള്ളൂ. അങ്ങനെ ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു കറക്കി കുത്തൽ ഓപ്ഷൻ എടുക്കുക. കാരണം 2 ഉറപ്പായിട്ടും അല്ല, ബാക്കി 2 അറിയാമെന്ന് വെച്ചാൽ ഒരു 3-4 ക്വസ്റ്റ്യൻസ് കറക്കി കുത്തുമ്പോൾ നമുക്ക് 2 ശരിയായാൽ പോലും എന്ത് ചെയ്യാം, അത് മേക്കപ്പ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ PSC എഴുതുന്ന ജനറൽ ടെക്നിക്സ് ആണ്. ഇതനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വരിക. ഇനി ദേവിയ കോളേജിൽ ക്രാഷ് കോഴ്സിന്റെ കാര്യം ഉണ്ടോ എന്ന് കുറേ ആൾക്കാരായി വിളിച്ചു വയ്ക്കുന്നു. ദേവിയ കോളേജിന്റെ പോളിസി പറയാം, ഒരിക്കലും ഞങ്ങൾ ക്രാഷ് കോഴ്സ് ആയിട്ട് നടത്താറില്ല. ഈ ക്രാഷ് കോഴ്സ് നടത്താറില്ല എന്ന് പറഞ്ഞാൽ കോഴ്സ് ഉണ്ട്, ജോയിൻ ചെയ്യാം. ഈ ദേവിയ കോളേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഇതുവരെ കോർപ്പറേഷനെ കുറിച്ച് പഠിച്ചിട്ടേ ഇല്ല, തീർച്ചയായിട്ടും പഠിച്ചിട്ടേ ഇല്ല. ഈ സിലബസ് കണ്ടപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ആഗ്രഹം വരും ഇതെടുത്ത് പഠിക്കാം കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ചേരണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എനിക്ക് വിജയിപ്പിക്കാൻ കഴിയുമെന്ന് എൻ്റെ യാതൊരു വിശ്വാസവും എനിക്കില്ല. കാരണം 2 മാസം കൊണ്ട് ഒരിക്കലും ഇത് പഠിച്ചെടുക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അങ്ങനെ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവും, തീർച്ചയായിട്ടും നമുക്കതിനുള്ള കഴിവില്ല. ഉള്ളതുപോലെയും അതായത് ഉള്ളതുപോലെ പറയുക, ഒരിക്കലും മിസ്ലീഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ദേവിയ കോളേജിൻ്റെ ഒരു പോളിസിയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കപ്പാസിറ്റി നമുക്കില്ല. 2 മാസം കൊണ്ട് നിങ്ങളെ തുടക്കം പഠിക്കുന്ന ആൾക്കാരെ വിജയിപ്പിക്കാനുള്ള കപ്പാസിറ്റി ദേവിയ കോളേജിനില്ല. അതുകൊണ്ട് ഇതുവരെ കോർപ്പറേഷനെ കുറിച്ച് പഠിക്കാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഗുണവും ഉണ്ടാവില്ല കേട്ടോ. ദേവിയ കോളേജിൻ്റെ ക്രാഷ് കോഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ക്രാഷ് കോഴ്സായിട്ട് പഠിക്കുന്നില്ല, സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ക്ലാസ് തരുന്നുണ്ട്. ഇതെല്ലാ സിലബസും നമ്മൾ ഈ പറഞ്ഞ 60 ദിവസം കൊണ്ട് കവർ ചെയ്യും. പുതിയ ആളാണെങ്കിൽ ഒരിക്കലും അത് പഠിച്ചു തീർക്കാൻ കഴിയുകയില്ല. അതാണ് എൻ്റെ വിശ്വാസം. എനിക്കാണെങ്കിൽ കഴിയില്ല. ഇനിയിപ്പോൾ കപ്പാസിറ്റിയുള്ള ആൾക്കാരുണ്ടായിരിക്കും, നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുകയല്ല ഞാൻ. അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചോളൂ. പക്ഷേ നമുക്ക് ഉറപ്പ് തരാൻ കഴിയില്ല. തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു നിൽക്കുന്ന ഒരാളാണ്, ഈ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദേവിയ കോളേജിലേക്ക് വരാം. നമുക്കൊരു ചെറിയ ഫീസൊക്കെ ഉണ്ട്. നിങ്ങൾ ഓഫീസ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ ദേവിയ കോളേജിലെ ഈ പറഞ്ഞ ക്രാഷ് കോഴ്സിന് എന്താണ് ഫീസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ക്രാഷ് കോഴ്സ് ഉണ്ട്, ക്രാഷ് കോഴ്സ് ആയിട്ടല്ല, സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ് ആയിട്ടാണ് നടത്തുന്നത്. ഈ സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ്സിലേക്ക് ആരെയാണ് ഇൻവൈറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഓൾറെഡി പഠിച്ചു നിൽക്കുന്ന ആൾക്കാർക്ക് വന്നാലേ അതുകൊണ്ട് ഗുണം കിട്ടൂ. അല്ലാത്തൊരാൾ ഇതിൽ വന്ന് ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ ഗുണം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു അതിൻ്റെ ഗുണം കിട്ടിയില്ല എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നന്നായിട്ട് ഒരുവിധം പ്രിപ്പയർ ചെയ്ത ആൾക്ക് മാത്രമേ ഈ 2 മാസം കൊണ്ട് ഇത്രയും സിലബസിനെ നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്ത് വിജയിക്കാൻ കഴിയും. അല്ലാത്ത ആൾക്ക് വിജയിക്കാൻ കഴിയില്ല എന്നൊന്നും ഞാൻ പറയില്ല, ഓരോരുത്തരുടെ കപ്പാസിറ്റി പോലെയാണ്. പക്ഷേ പൊതുവേ ഇത്രയും സിലബസ് നമ്മൾ 2 മാസം കൊണ്ട് ആദ്യമായിട്ട് എടുത്ത് പഠിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ടാസ്ക്കാണ്. ചിലപ്പോൾ കഴിയുമായിരിക്കും, നല്ല ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ രാപ്പകലില്ലാതൊക്കെ ബുദ്ധിമുട്ടിയാൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, പഠിച്ചു തീർക്കാൻ കഴിയുമായിരിക്കും. ഒരു നോർമൽ വ്യക്തിക്ക് ഇത് പഠിച്ചു തീർക്കാൻ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 6 മുതൽ 8 മാസം വരെ വേണ്ടി വരുന്ന ഒരു സിലബസാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി 6 മാസമായിട്ടാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ദേവിയ കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ദേവിയ കോളേജിൽ ഓൾറെഡി പഠിക്കുന്ന കുട്ടികൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം ഈച്ച് ആൻഡ് എവറി പോയിന്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു കുഴപ്പം കൂടാതെ വിത്ത് ചോയ്സോട് കൂടി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസോട് കൂടി നമ്മളിവിടെ എത്തിക്കും. അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കുറേ ആൾക്കാർ ചോദിച്ചു സാർ എന്താ സ്റ്റേറ്റ്മെന്റ്, എല്ലാം എത്തിക്കും, ഒരു ഡൗട്ടും വേണ്ട. സ്റ്റേറ്റ്മെന്റ് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ഓരോ ക്വസ്റ്റ്യനും ചോയ്സ് ഇട്ട് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് കേട്ടോ. കൂടാതെ വീഡിയോ ക്ലാസ്സുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വീഡിയോ ക്ലാസ് എടുത്തു തരും. പിന്നെ ലൈവ് ക്ലാസ്സുകൾ തുടർച്ചയായിട്ട് നമുക്ക് ലൈവ് ക്ലാസ് ഉണ്ട്. എല്ലാ സബ്ജക്റ്റിനും ലൈവ് ക്ലാസ് ഉണ്ടാവും. ഇതുവരെ നമുക്കൊരു എന്താണ് സിലബസ് എന്നറിയാതെ കുറേ അധികം വാരി വലിച്ചിട്ട് പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് കുറേയധികം ടോപ്പിക്കുകൾ നമ്മൾ മാറ്റി വെച്ചത്. ഇപ്പോൾ നമ്മൾ സിലബസ് വന്നപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും നമ്മൾ ഏകദേശം കവർ ചെയ്താണ്. ഒരു 20% ടോപ്പിക്കാണ് നമുക്കിവിടെ കവർ ചെയ്യാനുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു പോകുന്ന ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വിജയിക്കാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. ടെൻഷനോട് കൂടി പഠിച്ചാൽ അത് ജയിക്കാൻ കഴിയില്ല. റിലാക്സ് മൈൻഡോട് കൂടി പഠിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് സെപ്റ്റംബർ 5 പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ഉഷാറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഉന്നത വിജയം നേടി ആദ്യ റാങ്കുകളിൽ ഒന്ന് തന്നെ നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ടെൻഷൻ്റെ ഒന്നും ആരുടെയും ആവശ്യമില്ല. നിങ്ങൾ പഠിച്ചത് ഏതാണോ ആ ബുക്ക് തന്നെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അതിലെ തന്നെ ഈ പറഞ്ഞ മോസ്റ്റ് കാര്യങ്ങളുണ്ടാവും. പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കുറച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിക്കാൻ ശ്രമിക്കുക. വളരെ ഡീപ്പായിട്ട് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ എല്ലാ സിലബസും പരന്ന് കവർ ചെയ്യാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. വളരെ ഉള്ളിലേക്ക് പഠിപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം ചോദ്യകർത്താവിന് ഇത്രത്തോളം എന്ത് ചെയ്യില്ല, വളരെ ഡീപ്പായിട്ടുള്ള നോളജ് ഓരോ സബ്ജക്റ്റിലും ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ഒരു മിനിമം ലെവലിൽ, ഒരു ബേസിക് ലെവലിൽ വൃത്തിയായിട്ട് പഠിക്കുക. പിന്നെ ഇത്രയൊക്കെയാണ് സിലബസ് എങ്കിൽ കൂടി നമ്മുടെ ആക്ട് ആൻഡ് റൂളിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും സെക്ഷൻ 32 പ്രകാരം ആരാണ് സൂപ്പർ സീഡ് ചെയ്യുക ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് രജിസ്ട്രാർ ആണെന്ന് പറയാൻ കഴിയണം. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊന്നും സിലബസ് ഇല്ലാതെ കൊണ്ട് ചോദിക്കാതിരിക്കുന്നു വിചാരിക്കേണ്ട. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് വേണം പോകാൻ. പിന്നെ പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം, വേൾഡ് കോപ്പറേഷൻ എന്തില്ല സിലബസിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ വേൾഡ് കോപ്പറേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്, അതായത് നമ്മുടെ ഓരോ രാജ്യത്തിൻ്റെ ഫാദർ, പിന്നെ വളരെ KF പോലുള്ള വലിയ കോപ്പറേറ്റീവ് ഫോർ വുമൺ പോലുള്ള കുറച്ച് മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ചൊക്കെ നിങ്ങൾ ഒരു ധാരണ ഉണ്ടാക്കി പോകുന്നത് പരീക്ഷ ഹാളിൽ ഗുണം ചെയ്യും. കാരണം സാധാരണ PSR പരീക്ഷയ്ക്ക് വേൾഡ് കോപ്പറേഷൻ എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പക്ഷേ PSR നിലവിലുള്ള സിലബസ് പ്രകാരം സിലബസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. അതുകൊണ്ട് സിലബസ് ഫുള്ള് കവർ ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് ചാപ്റ്റർ കൂടി കവർ ചെയ്തിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ തീർച്ചയായിട്ടും എക്സാമിന് പോകണം. ഒരു ഉജ്ജ്വലമായ പെർഫോമൻസ് കാഴ്ചവെക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന ആശംസയോടെ നിർത്തുന്നു. നന്ദി.